അപ്പോൾ നമ്മൾ ഇത് മൂന്നാമത്തെ തവണയാണ് ശിവാലയോട്ടത്തിന് പോകുന്നത്. കഴിഞ്ഞ ശിവാലയോട്ടത്തിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പല ഷോർട്സ് ആയിട്ടാണ് ഇട്ടിരുന്നത്. 15ഓളം വീഡിയോസ് അങ്ങോട്ടാ വന്നിട്ടുണ്ടായിരുന്നു. സോ മൊത്തം 13 അമ്പലങ്ങളാണുള്ളത്. സോ നമ്മൾ ഇന്ന് അതായത് 25-ാം തീയതി രാത്രി 11:18 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്രാവശ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് CNG ബൈക്കിലാണ്, ബജാജിൻ്റെ CNG. കഴിഞ്ഞ വർഷം ഞാൻ പോയത് TVS റൈഡർ എന്ന ബൈക്കായിരുന്നു. ദൈവം സഹായിച്ചു, അല്ലെങ്കിൽ മഹാദേവൻ്റെ കൃപ കൊണ്ട് എനിക്ക് പുതിയൊരു ബൈക്ക് എടുക്കാൻ സാധിച്ചു. ഇതെൻ്റെ മൂന്നാമത്തെ ബൈക്കാണ്. ഞാൻ 3 ബൈക്കിലും ശിവാലയോട്ടത്തിന് പോയിട്ടുണ്ട്. ആദ്യം പോയത് പ്ലാറ്റിന എന്ന് പറയുന്ന ബൈക്കിലാണ്. സോ അടുത്ത വർഷം ഞാൻ പോകുന്നത് റൈഡർ എന്ന് പറയുന്ന ബൈക്കിലാണ്. ഇപ്പോൾ മൂന്നാമത്തെ വർഷം ഈ ബജാജിൻ്റെ ഫ്രീഡം എന്ന് പറയുന്ന ഈ CNG ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ 11:19 നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ശിവാലയം എന്ന് പറഞ്ഞ മാപ്പിൽ അടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ വീടെന്ന് പറയുന്നത് നേമമാണ്. സോ ഇവിടെ നിന്ന് ശിവാലയം ഒന്നെന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ തന്നെ വരുന്നോളും. തിരുമലൈ മഹാദേവ ടെമ്പിൾ. സോ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ 51 മിനിറ്റാണ് കാണിക്കുന്നത്. അതായത് എസ്റ്റിമേറ്റഡ് അറൈവൽ എന്ന് പറയുന്നത് 12:10. സോ നമ്മൾ കറക്റ്റ് 12 മണി കഴിയുമ്പോൾ അവിടെ എത്തും. ഞാൻ ആദ്യമായിട്ടാണ് ഈ 12 മണിക്ക് കറക്റ്റ് പോകുന്നത്. ഞാൻ നോർമലി പോകുന്ന സമയം എന്നൊക്കെ പറയുന്നത് 2 മണി 3 മണിയൊക്കെ ആവുമായിരുന്നു ഫസ്റ്റ് അമ്പലം തന്നെ കവർ ചെയ്യുമ്പോൾ. സോ ഇതിപ്പോൾ ഫസ്റ്റ് അമ്പലത്തിൽ നമ്മൾ 12 മണിക്ക് പോകണം. നമുക്ക് എത്ര മണിക്ക് തിരിച്ച് വരാൻ പറ്റുമോ എനിക്കറിയില്ല. എന്തായാലും ഈ 13 അമ്പലങ്ങളും കവർ ചെയ്തിട്ട് മാക്സിമം രാവിലെ നല്ല വെയിലുണ്ട്. അതുകൊണ്ട് അതിന് മുമ്പ് വരാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ. പിന്നെ അവിടെ ദീപാരാധന സമയവും വെയിറ്റിംഗ് ടൈമൊക്കെ ഉണ്ടാവും. CNGയും കുറവാണ്. നെയ്യാറ്റിൻകര കയറി CNGയും കൂടെ ഫില്ലടിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുവാണ്. അങ്ങനെ കൊടിയൊക്കെ വാങ്ങിച്ച് കെട്ടിയിട്ടുണ്ട്. പതിവ് പോലെ കൊടിയൊക്കെ വാങ്ങിച്ച് കെട്ടിയാണ് നമ്മുടെ യാത്ര. ഓം നമഃ ശിവായ. തിരുമല തിക്കുറിച്ചി ത്രിപുര ദർശനം കഴിഞ്ഞ് ഞങ്ങളുടെ പോയിട്ട് പുരോഗതിക്കാണെന്ന് അരുണാചല സത്യം നീതാ സകലവും നീതാ നിത്യം. சிறப்பு பதவி சங்கமம் நிகழ்ச்சியில் இடம்பெறுள்ளது. அந்த
അങ്ങനെ ശിവാലയോട്ടം കംപ്ലീറ്റ് ചെയ്തു 2025. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാത്രി ഒരു 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ രാവിലെ ടൈം കറക്റ്റ് 7:30. ഇവിടെ നമുക്ക് ഒരു ട്വിസ്റ്റ് വന്നതെന്ന് പറയുന്നത് രണ്ടാമത്തെ ക്ഷേത്രം, അതായത് തിക്കുറിശി. സോ ഈ ഒരു അമ്പലം 3 മണിക്ക് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ നട തൊഴുതില്ല, അതിന് മുമ്പ് ഇറങ്ങി. കാരണം ഞാൻ 1 മണിയായപ്പോൾ തിക്കുറിശി അമ്പലത്തിലെത്തി. അപ്പോൾ 1 തൊട്ട് 2 മണി വരെ അവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങിയിട്ട് ബാക്കി തൊട്ടടുത്ത തൃപ്പരപ്പ് 1:30 അടയ്ക്കും. പിന്നെ അതും 3 മണിക്കേ തുറക്കുള്ളൂ. സോ കറക്റ്റ് 1:32 അമ്പലത്തിനകത്ത് കയറി. അതുകൊണ്ട് തൊഴാൻ പറ്റി. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയൊന്നും അടച്ചിട്ടില്ല. ബാക്കിയെല്ലാം ഓപ്പണായിട്ട് കിടക്കുന്നു. വേറെ ഒന്നും ദീപാരാധന സമയമൊന്നും ഇല്ലായിരുന്നു, നിവേദ്യ സമയമൊന്നും ഇല്ലായിരുന്നു. ബാക്കിയെല്ലാം നമുക്ക് പോകെ 3, 4, 5 ഇങ്ങനെ പോകെ നമുക്ക് അറൗണ്ട് ആൾക്കാർ കുറഞ്ഞു വന്നു. കാരണം ഇതിൽ മെജോറിറ്റി ആൾക്കാർ ഈ പറയുന്ന റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കഴിച്ച് പതുക്കെ വരത്തുള്ളൂ. പിന്നെ കുറേ ആൾക്കാർ നടന്നാണ് വരുന്നത്. ഇതിൽ മെജോറിറ്റി തമിഴൻസാണ്. സോ തമിഴൻസ് എന്ന് പറയുമ്പോൾ അവർ നടന്നേ വരത്തുള്ളൂ. അവർ ഏകദേശം 100-120 കിലോമീറ്റർ നടന്നാണ് വരുന്നത്. സോ എന്നെക്കൊണ്ട് അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. 120 കിലോമീറ്റർ അവരെങ്ങനെ നടക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. ലാസ്റ്റൊക്കെ ആകുമ്പോൾ, അതായത് ഒരു 8ാമത്തെ 9ാമത്തെ 10ാമത്തെയൊക്കെ അമ്പലം എത്തുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് നടക്കാൻ പറ്റുന്ന ലെവൽ പോലും ഇല്ലായിരുന്നു. നടക്കാൻ പറ്റാതെ അവരിങ്ങനെ കാലൊക്കെ ഇങ്ങനെ പതുക്കെ കൊന്നിയൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. സോ ഞാനതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഓരോ വിശ്വാസവും നേർച്ചയും ആചാരമൊക്കെ അല്ലേ. സോ ഞാൻ പിന്നെ ബൈക്കിൽ വന്നു. ഈ ഒരു 12 അമ്പലങ്ങളും കവർ ചെയ്തു. അപ്പോൾ എനിക്കിനി തിക്കുറിശ്ശിയിൽ നട തുറന്ന് ഞാൻ കാണാത്തത് കൊണ്ട് എനിക്കത് എൻ്റെ ഉള്ളിൽ കിടക്കുവാണ്. ഞാൻ നട തുറന്ന് കണ്ടില്ല എന്നൊരു വിഷമം. സോ ബാക്കി 12ഉം കവർ ചെയ്തു. പിന്നെ 13ാമത്തെ ശങ്കരനാരായണ അമ്പലവും കവർ ചെയ്തു. അപ്പോൾ ഞാനിനി തിക്കുറിശ്ശി അമ്പലത്തിലോട്ട് പോവുകയാണ്. സോ രാവിലെ ഒന്ന് പോയി നട തുറന്നൊന്ന് കണ്ടിട്ട് നേരെ വീട്ടിൽ പോവുക, കിടന്നുറങ്ങുക. സോ ഈ വർഷത്തെ ശിവരാത്രി നല്ല സ്മൂത്തായിരുന്നു. ഞാൻ തൃപ്പരപ്പിൽ എത്തിയപ്പോൾ വിചാരിച്ചു തൃപ്പരപ്പും കൂടെ എനിക്ക് നട തുറന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇറങ്ങുന്നത്, കുറേ ഭസ്മം കളക്ട് ചെയ്യാനല്ലാതെ ജസ്റ്റ് നട തുറന്ന് തൊഴുതിട്ട് പോകണം എന്നതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ വെയിൽ വരും മുമ്പേ വീട്ടിൽ കയറണമെന്നും ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ പ്രാവശ്യം നേരത്തെയാണ് ഇറങ്ങിയത്. എന്ന് വെച്ചാൽ 11 മണിയായപ്പോൾ ഞാൻ ഇറങ്ങി. സാധാരണ 11 മണിക്ക് ഞാൻ ഇറങ്ങാറില്ല. സാധാരണ ഞാൻ 1 മണി 2 മണിക്കൊക്കെയാണ് ഇറങ്ങാറ്. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു ടിപ്പെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു 1 മണിക്കൂർ ഡിസ്റ്റൻസ് ആണോ ഉണ്ടെങ്കിൽ തിരുമലയിലേക്ക് ഒരു 1:30 ആകുമ്പോൾ ഇറങ്ങിയാൽ മതിയാവും. സോ തിരുമല എന്ന് പറയുന്ന ആദ്യത്തെ അമ്പലത്തിൽ നിങ്ങളൊരു 1 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ, ഒരു 1-1:30 ആകുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 2-2:30 തിക്കുറിശ്ശിയിലെത്താം. അതായത് 3 മണിക്ക് തിക്കുറിശ്ശിയിൽ നട തുറന്ന് തൊഴുത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കിയെല്ലാം സ്മൂത്തായിട്ട് പോകും. അപ്പോൾ ആദ്യം ഇറങ്ങുമ്പോഴത്തേക്കും ഒരു 1:30 അല്ലെങ്കിൽ 1 മണിയൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ തിരുമല എത്തിയാൽ മതി. 1-1:30 ആകുമ്പോൾ തിരുമല എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തിരുമല കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുത്ത് തിക്കുറിശ്ശിയിൽ വന്ന് തിക്കുറിശ്ശിയിൽ നട തുറന്ന് ഒരു 3 മണിക്ക് കണ്ടതിന് ശേഷം നിങ്ങൾ പിന്നെ അങ്ങോട്ട് പോയാൽ മതി. പിന്നെ ബാക്കിയുള്ള എല്ലായിടത്തും നിങ്ങൾക്ക് നട തുറന്നായിരിക്കും ഇരിക്കുന്നത്. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാം. സ്മൂത്തായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് മേലാങ്കോട് ടെമ്പിളിൽ കിട്ടും കാപ്പി. സോ അവിടെ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കുടിക്കാം. സോ കാപ്പി നിങ്ങൾ അവിടെ നിന്ന് കുടിച്ചും കൊണ്ട് പോകുന്നതായിരിക്കും ബെറ്റർ. സോ ഇഡ്ഡലി സാമ്പാറും ഒക്കെ കിട്ടും, നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു വൈബിന് അത് മാച്ചിങ്ങുമാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വർഷം ഇതേപോലെ കാണാം. പോട്ടാട്ട.